പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം. മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് NDA നേതാക്കൾ അല്പസമയത്തിനകം രാഷ്ട്രപതിയെ കാണും. പ്രധാനമന്ത്രി ഉൾപ്പെടെ 57 മന്ത്രിമാർ മറ്റന്നാളാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി. RK, NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മോദിയെ നേതാവായി തിരഞ്ഞെടുക്കുന്നു. ഉറച്ചു നിൽക്കും മോദിക്ക് പിന്തുണയുമായി ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും അടക്കമുള്ള നേതാക്കൾ. ഇനിയിപ്പോൾ അടുത്ത നടപടിക്രമങ്ങളൊക്കെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് ഒരുങ്ങുന്നത്. രാഷ്ട്രപതി എപ്പോൾ കാണും? അനുജ സൂചിപ്പിച്ചതുപോലെ ഇനി സത്യപ്രതിജ്ഞയുടെ സമയമാണ്. ഞായറാഴ്ച 6 മണിക്ക് എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ NDA തയ്യാറെടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഷ്ട്രപതിയെ സന്ദർശിക്കുക, പിന്തുണ കത്തുകൾ കൈമാറുക എന്നുള്ളതാണ്. അതിനുശേഷം രാഷ്ട്രപതിയാണ് ഈ പിന്തുണ കത്തുകൾ വിലയിരുത്തി നിലവിലുള്ള സഭയുടെ അംഗബലം അനുസരിച്ച് ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയെ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് ക്ഷണിക്കേണ്ടത്. അത് ക്ഷണിക്കുന്ന മുറയ്ക്ക് നരേന്ദ്രമോദി രാഷ്ട്രപതി ഭവനിലെത്തി ആ ക്ഷണക്കത്ത് കൈപ്പറ്റും. അതിനുശേഷമായിരിക്കും ഈ നടപടികളിലേക്ക് കടക്കുന്നത്. അനുബന്ധമായിട്ട് NDAയുടെ ഭാഗത്തു നിന്നുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ഏതാണ്ട് ധാരണയായി ഈ മന്ത്രി സ്ഥാനങ്ങൾ വീതിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്നതാണ് ഇപ്പോഴത്തെ ഒരു വസ്തുത. 57 മന്ത്രിമാർ ഉണ്ടാകും എന്ന വിവരമാണ് ആദ്യമായി ഇപ്പോൾ പുറത്ത് വരുന്നത്. അതനുസരിച്ച് 24 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും 9 സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും 24 സഹമന്ത്രിമാരും ആയിരിക്കും ഉണ്ടാവുക. കേരളത്തിന് പ്രാതിനിധ്യം ഉണ്ടാകും. ദക്ഷിണേന്ത്യക്ക് മികച്ച പ്രാതിനിധ്യം നൽകുന്ന വിധത്തിലായിരിക്കും ഇത്തവണത്തെ സഭയുടെ ഘടന എന്നതും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. BJP ദേശീയ നേതൃത്വം ഇപ്പോൾ ചർച്ചകളിൽ മുഴുകുകയാണ്. അല്പസമയം മുമ്പാണ് JP നദ്ദയുടെ വസതിയിലേക്ക് അമിത്ഷാ എത്തിയത്. അമിത്ഷാ മാറി നിൽക്കാനായിട്ടുള്ള ഒരു താല്പര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ആഭ്യന്തര മന്ത്രി പദവിയിൽ അമിത്ഷാ ഉണ്ടാകണം എന്നുള്ളതാണ്. എന്നാൽ നരേന്ദ്രമോദിയും മറ്റ് മുതിർന്ന BJP നേതാക്കളുടെയും നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ അമിത്ഷയും ഈ മന്ത്രിസഭയുടെ ഭാഗമായിട്ട് തുടരുമെന്ന് ഉറപ്പായിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും മന്ത്രിസഭയിൽ തന്നെ തുടരും. JP നദ്ദ മന്ത്രിസഭയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിർമ്മലാ സീതാരാമനോ മറ്റ് നിശ്ചയിക്കപ്പെടുന്ന ആരെങ്കിലുമോ BJPയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറാനായിട്ടുള്ള സാഹചര്യമാണ് ഉള്ളത്. RSS നേതൃത്വവുമായി ഇന്നലെ BJPയുടെ നേതൃത്വം രാജ്നാഥ് സിംഗും ഒപ്പം അമിത്ഷായും ദത്താത്ര ഹൊസബോളയുമായും സുരേഷ് സോണിയുമായിട്ടും സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണകൾ കൂടി പ്രാവർത്തികമാക്കുന്ന വിധത്തിലായിരിക്കും ഈ നടപടികളൊക്കെ പൂർത്തിയാകുന്നത്. പുതുമുഖങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പുതുമുഖം എന്ന ഗണത്തിൽ കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകളായിരിക്കും വരിക. വനിതാ പ്രാതിനിധ്യത്തിന്റെ കാര്യത്തിലും ഈ സഭ പുതിയ കേന്ദ്രമന്ത്രിസഭ അത് വലിയ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ആ വിധത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. മന്ത്രിസഭയുടെ ഘടന സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഇന്ന് രാത്രിയോടുകൂടി ഏതാണ്ട് അന്തിമ തീരുമാനത്തിലേക്ക് എത്തും. നാളെ മറ്റു വിഷയങ്ങൾ സംബന്ധിച്ചും ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് മോദിയുടെ നേതൃത്വത്തിൽ NDA നേതാക്കൾ അല്പസമയത്തിനകം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തും. ഞായറാഴ്ച സത്യപ്രതിജ്ഞയുണ്ടാകുമ്പോൾ അതിൽ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ഉണ്ടാകും എന്നുള്ളതാണ്. നരേന്ദ്രമോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുന്നത് NDA പാർലമെന്ററി പാർട്ടി യോഗം അദ്ദേഹത്തെ നേതാവായി തെരഞ്ഞെടുത്തതോടെയാണ്. NDA ശക്തമായ സഖ്യ സർക്കാരായിരിക്കുമെന്നും സമവായത്തിലൂടെ മുന്നോട്ട് നീങ്ങുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. EVM-നെ പരിഹസിച്ചവർ നിശബ്ദരായെന്ന് നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. 10 വർഷം കഴിഞ്ഞിട്ടും കോൺഗ്രസിന് 100 സീറ്റ് പോലും കിട്ടിയില്ലെന്നും നരേന്ദ്രമോദി പരിഹസിച്ചു. तो मैंने किसी को पूछा, यार ये तो ठीक है आंकड़े वांकड़े, तो मुझे ये बताओ कि EVM जिंदा है कि मर गया? പഴയ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ തന്റെ 10 വർഷത്തെ ഭരണം രാജ്യത്തിന്റെ സുവർണ കാലഘട്ടമാണെന്ന ആശയം പ്രതിഫലിപ്പിക്കാനായിരുന്നു നരേന്ദ്രമോദിയുടെ ശ്രമം. 10 വർഷത്തിന് ശേഷവും 100 സീറ്റുകൾ മറികടക്കാൻ കോൺഗ്രസിനായില്ല. 2014-ലും 19-ലും 24-ലും കോൺഗ്രസ് നേടിയ സീറ്റുകൾ കൂട്ടിവെച്ചാൽ പോലും BJP ഇത്തവണ നേടിയ സീറ്റുകളുടെ എണ്ണത്തോടെത്താൻ കോൺഗ്രസിനാകില്ല. ഇന്ത്യ മുന്നണി മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് മോദി നിരീക്ഷിച്ചു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ ദുഷ്പ്രചരണം നടത്തിയവർ ഇപ്പോൾ മൗനത്തിലാണ്. ये लोग तय करके बैठे थे कि भारत के लोकतंत्र और लोकतंत्र की प्रक्रिया के प्रति विश्वास ही लोगों का उठ जाए, और लगातार ईवीएम को गाली देना। और मुझे तो लगता था कि शायद इस बार
वो ईवीएम की अर्थी का जुलूस निकालेंगे, लेकिन 4 जून शाम आते आते उनको ताले लग गए, ईवीएम ने उनको चुप कर दिया. തൃശൂരിൽ താമര വിരിയിച്ച പ്രവർത്തകരെ മോദി മുക്തകണ്ഠം പ്രശംസിച്ചു. കേരളത്തിൽ ബി.ജെ.പി. വിജയിക്കുന്നത് തടയാനായിരുന്നു രണ്ട് മുന്നണികളുടെയും ശ്രമം. ജമ്മുകാശ്മീരിലതിനേക്കാൾ കേരളത്തിൽ ബി.ജെ.പി. പ്രവർത്തകർ ത്യാഗം സഹിച്ചു. കേരളത്തിലെ വിജയം രക്തസാക്ഷികൾക്ക് സമർപ്പിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി. केरला हमारे सैकड़ों कार्यकर्ताओं के बलिदान हुए हैं. यूडीएफ हो या एलडीएफ हो, शायद हिंदुस्तान के राजनीतिक जीवन में इतना जुल्म एक विचारधारा को लेकर के जीने वाले लोगों पर हुआ होगा तो सिर्फ मैं कह सकता हूं केरल में हुआ है. സെൻട്രൽ ഹാളിലേക്ക് എത്തിയ മോദിയെ കയ്യടികളോടെ മുദ്രാവാക്യം മുഴക്കിയാണ് എൻഡിഎയുടെ എംപിമാർ സ്വീകരിച്ചത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്ത മോദി ഭരണഘടനയെ തൊട്ടുതൊഴുതു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. മൂന്നാം മോദി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും തുടരുമെന്നാണ് സൂചന. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പിച്ചിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖറും മന്ത്രിസഭയിലേക്ക് എത്തുമെന്നാണ് സൂചന. ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലെങ്കിലും നിർണായക വകുപ്പുകൾ വിട്ടു നൽകേണ്ട എന്നാണ് ബി.ജെ.പിയുടെ തീരുമാനം. പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും തുടരും. എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ അടക്കം രണ്ടാം മോദി മന്ത്രിസഭയിലെ മുതിർന്ന മന്ത്രിമാർ എല്ലാവരും തുടരും. ബി.ജെ.പി. അധ്യക്ഷൻ ജെ.പി. നദ്ദയും മന്ത്രിസഭയിൽ ഇടം പിടിക്കും. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ഉറപ്പെന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. രാജീവ് ചന്ദ്രശേഖരനും മന്ത്രിസഭയിൽ ഇടമുണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ നിന്നും സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ മന്ത്രിസഭയിലെടുക്കുന്നതും പരിഗണനയിലുണ്ട്. കർണാടകയിൽ നിന്നും കേന്ദ്രമന്ത്രിസഭയിലേക്ക് എച്ച്.ഡി. ദേവഗൌഡ അടക്കം 3 മന്ത്രിമാരുണ്ടാകും. റെയിൽവേ വകുപ്പ് വേണമെന്ന നിലപാടിൽ ജെഡിയുവും നഗരഗ്രാമവികസന വകുപ്പുകൾ വേണമെന്ന കാര്യത്തിൽ ടി.ഡി.പിയും ഉറച്ചുനിൽക്കുകയാണ്. 24, ഡൽഹി. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത മൂന്നാം മോദി സർക്കാരിനെ തുടക്കം മുതൽ ആക്രമിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഓഹരി വിപണി സംബന്ധിച്ച് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരായ രാഹുൽ ഗാന്ധിയുടെ ആരോപണവും നീറ്റ് പരീക്ഷയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുള്ള കനയ്യകുമാറിന്റെ നീക്കവും ഇതിന്റെ സൂചനയാണ്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാത്ത പശ്ചാത്തലത്തിൽ തൽക്കാലം പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചതിനു പിന്നിൽ വ്യക്തമായ പദ്ധതികളുണ്ട്. ക്രിയാത്മക പ്രതിപക്ഷമായി സർക്കാരിന്റെ പാളിച്ചകൾ തുറന്നുകാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മുമ്പ് തന്നെ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെ ഓഹരി കുംഭകോണം ആരോപണവുമായി രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തി. To investigate the role of the Prime Minister, the role of the Home Minister, role of BJP members, and also those people who have done these fake exit polls. And finally, we want to understand who are the people, these foreign investors, who did these trades. So we want an investigation for that. മുൻപ് രാഹുൽ ഗാന്ധിക്ക് മറുപടി നൽകാൻ രണ്ടാം നിര മൂന്നാം നിര നേതാക്കളെ ഇറക്കിയിരുന്ന ബി.ജെ.പിക്ക് ഇത്തവണ പ്രതിരോധത്തിനായി മുതിർന്ന നേതാവ് പീയൂഷ് ഗോയലിനെ തന്നെ രംഗത്തിറക്കേണ്ടി വന്നു. തൊട്ടുപിന്നാലെ നീറ്റ് പരീക്ഷയിൽ അഴിമതി ആരോപണവുമായി കനയ്യകുമാറും രംഗത്ത് വന്നു. देश के बच्चों के भविष्य से खेलना बंद कीजिए, युवाओं के भविष्य से खेलना बंद कीजिए, समय पर एग्जाम कराइए, धांधली को रोकने के लिए, पेपर लीक को रोकने के लिए कड़ा कानून बनाइए और अभी जो नीट का मामला है उसकी जो है पुनर्समीक्षा कीजिए. തുടർച്ചയായ ആരോപണങ്ങളിലൂടെ നരേന്ദ്രമോദിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ തകർക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. പാർലമെന്റ് സമ്മേളിച്ചാൽ ആക്രമണ ശൈലിയിൽ തന്നെ മുന്നോട്ടു പോകാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. പ്രതിപക്ഷാരോപണങ്ങൾ എൻ.ഡി.എക്കുള്ളിലെ വിള്ളലുകൾ പ്രയോജനപ്പെടുത്താനാണ് ഇന്ത്യ മുന്നണിയുടെ പദ്ധതി. 24, ഡൽഹി. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് സർക്കാരിന് നേർക്കുണ്ടായ വിമർശനങ്ങളോട് രൂക്ഷമായി പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിന് നിലവാര തകർച്ച എന്ന യാക്കോബായ സഭാ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസിന്റെ വിമർശനത്തോട് പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കേട്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. റൂബിൻ ലാലിന് ജാമ്യം.
വനംവകുപ്പ് വ്യാജ പരാതിയിൽ പോലീസ് അന്യായമായി അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന് ജാമ്യം. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത്. കള്ളക്കേസിൽ കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമായിരിക്കണമെന്ന് റൂബിൻ ലാലിന്റെ മാതാവ് പ്രതികരിച്ചു. ജസ്റ്റിസ് CS ഡൈസിന്റെ സിംഗിൾ ബെഞ്ചാണ് റൂബിൻ ലാലിന് ജാമ്യം അനുവദിച്ചത്. സാധാരണ നിലയിലുള്ള ഉപാധികൾ മാത്രമാണ് കോടതി മുന്നോട്ട് വെച്ചത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയെന്ന പ്രതിഭാഗം വാദം കോടതി മുഖവിലക്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥനെതിരായ വകുപ്പ് തല നടപടിയടക്കം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. മകന് ജയിലിൽ വധഭീഷണി ഉണ്ടായിരുന്നു. ജാമ്യം ലഭിച്ചത് ആശ്വാസം നൽകുന്ന കാര്യമാണെന്നും റൂബിൻ ലാലിന്റെ മാതാവ് പറഞ്ഞു. സന്തോഷമാണ്. ജയിലിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ എങ്ങനെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് സംരക്ഷണം ചെയ്യേണ്ട ആളുകൾ തന്നെ നമ്മളിങ്ങനെ ഉപദ്രവിച്ചാൽ എങ്ങനെ ശരിയാവും? പോലീസുകാർ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ച പോലെ ഇനി ഈ ഒരു നാട്ടുകാരെ ഉപദ്രവിക്കരുത്. കഴിഞ്ഞ മെയ് 26 രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി CIയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. വിഷയത്തിൽ അതിരപ്പള്ളി CIയെ സംരക്ഷിച്ചാണ് ചാലക്കുടി DYSP അശോകൻ റിപ്പോർട്ട് നൽകിയത്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമുണ്ടായതോടെ ആരോപണ വിധേയനായ അതിരപ്പള്ളി CIയെ ഡിപ്പാർട്ട്മെന്റ് സസ്പെൻഡ് ചെയ്തു. കേസ് നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. 24 കൊച്ചി. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA നേതാക്കൾ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായുള്ള കൂടിക്കാഴ്ച. തന്റെ പക്കലുള്ള കണക്കുകൾ അത് രാഷ്ട്രപതിക്ക് സമർപ്പിക്കും. പിന്നീട് രാഷ്ട്രപതി അത് പരിശോധിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് നരേന്ദ്രമോദിയെ NDA പാർലമെന്ററി പാർട്ടി യോഗം നേതാവായി തെരഞ്ഞെടുത്തത്. അങ്ങനെ 3ാം വട്ടവും അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു. ഞായറാഴ്ച സത്യപ്രതിജ്ഞയുണ്ടാകുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രാഷ്ട്രപതിക്ക് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഭൂരിപക്ഷമുണ്ട് എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. R രാധാകൃഷ്ണനുണ്ട്. RK, ഏറ്റവും പുതിയ വിവരങ്ങൾ. മന്ത്രിസഭാ രൂപീകരണത്തിന്റെ പ്രാഥമികമായിട്ടുള്ള നടപടികൾ ഓരോന്നായി പൂർത്തിയാക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ സന്ദർശിച്ച് അവകാശവാദം ഉന്നയിക്കുന്നതിനായിട്ട് കത്ത് കൈമാറിയിരിക്കുന്നത്. ഘടകകക്ഷികളുടെ അടക്കമുള്ള പിന്തുണ അവകാശപ്പെടുന്ന കത്താണ് രാഷ്ട്രപതിക്ക് നൽകിയിരിക്കുന്നത്. ഇതനുസരിച്ച് മറ്റ് പാർട്ടികൾ കേവല ഭൂരിപക്ഷം ഇല്ലാത്ത തെലുങ്കുദേശം ഒപ്പം ജനതാദൾ യുണൈറ്റഡ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നേതാക്കന്മാർ നൽകിയ കത്തുകൾ അടക്കമാണ് ഈ കത്ത് രാഷ്ട്രപതിക്ക് കൈമാറിയിരിക്കുന്നത്. ഇനി ഈ കത്ത് പരിശോധിച്ച് രാഷ്ട്രപതി മന്ത്രിസഭ രൂപീകരിക്കാനായിട്ട് പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കും. അതോടുകൂടിയാണ് ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്. ഞായറാഴ്ചയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് തീരുമാനിച്ചിരിക്കുന്നത്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ എത്ര മന്ത്രിമാർ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്ന് രാഷ്ട്രപതി ഭവനെ അറിയിക്കണം. ആ സത്യപ്രതിജ്ഞ 6 മണിക്കായിരിക്കും ഞായറാഴ്ച നടക്കുക. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഈ വകുപ്പുകൾ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം രാഷ്ട്രപതി ഭവൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് കേന്ദ്ര മന്ത്രിസഭ അധികാരത്തിൽ വന്നതായി വിജ്ഞാപനം രാഷ്ട്രപതി ഭവൻ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഇതാണ് ഈ നടപടിക്രമങ്ങളുടെ എല്ലാം പൂർണ്ണ രൂപം. രാഷ്ട്രപതി ഭവനിലെ 4th കോർട്ടിൽ വെച്ചായിരിക്കും ഇത്തവണയും സത്യപ്രതിജ്ഞ ചെയ്യുക. ഇത്തവണ കർത്തവ്യപഥിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ മാറ്റുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ഈ ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വലിയ പരിപാടികളായിരുന്നു കേവല ഭൂരിപക്ഷം ലഭിച്ച് 400 സീറ്റുകൾക്ക് മുകളിലേക്ക് എത്തുകയായിരുന്നെങ്കിൽ തയ്യാറാക്കിയിരുന്നത്. ആ പരിപാടികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഈ 4th കോർട്ടിൽ തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനായിട്ടുള്ള തീരുമാനമാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെ 57 മന്ത്രിമാർ, പ്രധാനമന്ത്രിയും 57 മന്ത്രിമാരും ആയിരിക്കും ചുമതലയേൽക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 57 മന്ത്രിമാരിൽ 24 പേർ ക്യാബിനറ്റും 24 സഹമന്ത്രിമാരും 9 സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരും ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. അത് അടക്കമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനം അത് നാളെ രാഷ്ട്രപതി ഭവനെ കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഷ്ട്രപതി ഭവൻ ഇങ്ങനെ പേര് നിർദ്ദേശിക്കപ്പെട്ട ഓരോ ആളുകളെയും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നത്. ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദി കാവൽ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തുടരുകയാണ്. രാജി അദ്ദേഹം 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ രാജി അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA നേതാക്കൾ രാഷ്ട്രപതിയെ കണ്ടത്. ഘടകകക്ഷികളുടെ പിന്തുണയുള്ള കത്ത് രാഷ്ട്രപതിക്ക് സമർപ്പിച്ചു. രാഷ്ട്രപതി മന്ത്രിസഭ രൂപീകരിക്കാനായി അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. തിരികെ പ്രൈം ടൈം ന്യൂസിലേക്ക്. ഇപ്പോഴത്തെ കാലാവസ്ഥ.
ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.